Good evening, Miss. Yeah. നമ്മൾ കുറച്ച് ദിവസം ആയല്ലേ ക്ലാസ് കണ്ടിട്ട് അല്ലേ? ജൂണാ. Good evening, ma'am. Yeah, good evening. Good evening, ma'am. Good evening, Alpha. Good evening, ma'am. Good evening, Bhavana. Good evening, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈവനിങ് ദീപ്തി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഏത് ചാപ്റ്റർ ആണ്? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അപ്പൊ എന്തായിരുന്നു ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാവോ ഭാവന? ഓ സോറി ബിഫോർ ദാറ്റ്. ഓക്കെ, പ്രേയർ. ആരാ പ്രേയർ എന്ന്? Alpha, are you ready? Okay, ma'am. Alpha? Okay. Yes, ma'am. ഒരു മിനിറ്റ്. Okay. Okay, ma'am. കേൾക്കാമോ? കേൾക്കാം. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study. Help our facilitator. And help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. ഓക്കെ, ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിവേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Start ചെയ്യാം. അപ്പൊ ഭാവന, എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാവോ? അപ്പൊ നമ്മൾ കുറച്ച് ക്ലാസ്സായി കണ്ടിട്ടല്ലേ? എന്തൊക്കെയായിരുന്നു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ ആദ്യം ഹ്യൂമൻ ബേബീസിന്റെയും അതുപോലെ ആനിമൽ ബേബീസ് അങ്ങനെ അതിന്റെയും ഡിഫറൻസ് പറഞ്ഞു ഡെവലപ്മെന്റിന്റെ. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ ഡെവലപ്മെന്റിന്റെ 2 കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അതായത് എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഫ്രീഡം കൊടുക്കണം എന്നുള്ളത്. പിന്നെ 2 ഇന്റർനാഷണൽ എയ്ഡ്സ് പറഞ്ഞായിരുന്നു. അതായത് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. സെൻസിറ്റീവ് പീരീഡ് ചില ടൈമില് കുട്ടികൾക്ക് ചില സാധനങ്ങളോട് ഒക്കെ ഒരു ക്രേസ് ഉണ്ടാവും. അപ്പം അതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ടൈമിൽ അല്ലേ? ഒരു പർട്ടിക്കുലർ ഒബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നല്ലതാണേലും ചീത്തയാണേലും അവര് അബ്സോർബ് ചെയ്യുന്ന ഒരു ടൈമാണ്. അബ്സോർബൻ മൈൻഡ് അവര് ഒരു ലൈക്ക് എ സ്പോഞ്ച്. അവര് ഒരു എന്തെങ്കിലും അബ്സോർബ് ചെയ്യും. നല്ലതാണോ ചീത്തയാണോ എന്ന് അവർക്ക് അറിയാം. അവര് രണ്ടും സ്വീകരിക്കും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ ഭാവന പറയുന്നത്? മാമിന്റെ വോയിസ് ആണ്. മാം കേൾക്കാവോ? എന്തോ കേൾക്കാവോ പറയുന്നേ? ക്ലിയർ ആണോ ഭാവന പറയുന്നത്? യെസ് മാം.
ഓക്കെ ഓക്കെ, എനിക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാം. കണ്ടിന്യൂ ഭാവന. അത് കഴിഞ്ഞ് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ ലോ ഓഫ് വർക്ക് പറയുന്നുണ്ടായിരുന്നു. കേൾക്കാം കേൾക്കാം. അതൊന്ന് ഓക്കെ, carry on. മെന്റൽ സാറ്റിസ്ഫാക്ഷനിലൂടെ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ചെയ്യാം. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലോ ഓഫ് വർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? റെസ്റ്റ് ആവശ്യം, അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യും, എൻവയോൺമെന്റ് ആയി പൊരുത്തപ്പെടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭാവന വെയിറ്റ്. ഓക്കെ ഓക്കെ, ഭാവന വെയിറ്റ്. ആൽഫ, ഹാരിഫ, ഭാവന പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാം മാം. മാം കേൾക്കാം മാം. ഹാരിഫ റെസ്പോണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ലോ ഓഫ് വർക്ക് കഴിഞ്ഞു. ദെൻ ദ വർക്ക് ഓഫ് എ ചൈൽഡ് ആൻഡ് അഡൾട്ട്, അതായത് ഇൻഡിപെൻഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു മാം. ക്ലിയർ? ദെൻ അതിലെന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരിഫ യെസ് മാം. എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്? ഇൻഡിപെൻഡന്റ് അല്ലേ മാം? കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്താ പറയാ, ഇപ്പൊ പടം വരക്കാനാ ഇഷ്ടമെങ്കിൽ നമ്മള് മാക്സിമം അവർക്ക് അത് നമുക്ക് ചെയ്തു കൊടുക്കണം. നമ്മ അവരെ എന്താ ലിമിറ്റേഷൻ ഒന്നും വെക്കരുത്. അവർക്ക് എന്താ ഇഷ്ടം അവർക്ക് അങ്ങോട്ട് ചെയ്യുക. പിന്നെന്തായിരുന്നു? എൻകറേജ് ചെയ്യണം പറഞ്ഞില്ലേ? കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ എൻകറേജ് ചെയ്യണം അല്ലേ? പിന്നെന്തായിരുന്നു? അവർക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിസിപ്ലിൻ കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അല്ലേ? പിന്നെ കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് റൈറ്റും റോങ്ങും അറിയില്ല, അതിനുള്ളൊരു നോളജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫ്രീഡം, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ മാക്സിമം നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ള രീതിയിൽ നമ്മ മാക്സിമം ട്രൈ ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഫ്രീഡം. ഓക്കെ, ഓർക്കുന്നുണ്ടോ ഫ്രീഡം? ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഇല്ല മാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, റിജു തേർഡ് പേജ്, പവർ ഓഫ് അറ്റൻഷൻ. റിജോ, power of attention, third page. Next page. Okay. എന്താണ് പവർ ഓഫ് അറ്റൻഷൻ? വാട്ട് ഡു യു മീൻ ബൈ അറ്റൻഷൻ? എന്താണ് അറ്റൻഷൻ എന്ന് പറയുന്നത്? ആൽഫ, എന്താണ് അറ്റൻഷൻ? ശ്രദ്ധയാണോ മാം? എന്തോ? ശ്രദ്ധിക്കുക. എന്താണ് ഭാവന അറ്റൻഷൻ? അവരുടെ ഒരു ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലോ നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ
കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെ, ഒരു കഴിവ്. ഇതാണ് അറ്റൻഷൻ. ഓക്കെ, നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലോ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? Yes, ma'am. Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയിൽ എന്താണ് പവർ ഓഫ് അറ്റൻഷനിൽ പറയുന്നത് നമുക്ക് നോക്കാം. മോണ്ടിസോറിയിൽ പറയുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് കുട്ടികളുടെ ശ്രദ്ധയെ അട്രാക്ട് ചെയ്യുന്നത്. അറിയാം, കുട്ടികൾക്ക് ഒരു വസ്തു കണ്ട് അതിലോട്ട് അട്രാക്ഷൻ ഉണ്ടാകും അല്ലേ? അപ്പൊ ഏതൊക്കെ വസ്തുക്കളാണ് കുട്ടികളുടെ ശ്രദ്ധയെ അട്രാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഫസ്റ്റ്. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ എങ്ങനെയാണ് ഡിഫറെന്റ് ആണ് അല്ലേ? അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെയിം ആയിരിക്കോ? എല്ലാ കുട്ടികൾക്കും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെയിം ആയിരിക്കോ? എങ്ങനെയായിരിക്കാം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്? രേഷ്മ ഓ രശ്മി. ആൽഫ, എങ്ങനെയാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് സെയിം ആയിരിക്കോ കുട്ടികൾക്ക്? സെയിം ആയിരിക്കില്ല. എനിബഡി? ആ, Taste and preference ചേഞ്ചസ് അവർക്ക് ഉണ്ടാവാം different അല്ലേ? ആയിരിക്കും. കുട്ടികൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, കുട്ടികൾ ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അതെ മാം. അപ്പൊ ഏത് മെറ്റീരിയലിലാണോ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ശ്രദ്ധ കൂടുതൽ, ഫോക്കസ് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് ഒരു മോണ്ടിസോറി ടീച്ചർ ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവരുടെ ഫോക്കസ് നിലനിർത്തുക. ഓക്കെ, അപ്പൊ ഏത് ആക്ടിവിറ്റിയിലാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അതിലുള്ള ഫോക്കസ് കൂടുതൽ സമയം നിലനിർത്തുക. അതിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഓർ അറ്റൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് മോണ്ടിസോറി പറയുന്നത്. എങ്ങനെയാണ് എന്താണ് മോണ്ടിസോറി പറയുന്നത് രേഷ്മ? അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയിൽ അവർ നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അവർ അതിനകത്തായിരിക്കും കൂടുതൽ ഫോക്കസ് നിലനിർത്തുക അല്ലേ? ഓക്കെ, അപ്പൊ എത്തരത്തിലുള്ള അറ്റൻഷൻ കൂട്ടാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ? മോണ്ടിസോറിയിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, വേരിയസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കാം കുട്ടികളുടെ അറ്റൻഷൻ പവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? Can you say 1 or 2 activities? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മഴയുണ്ടോ അവിടെ? ബ്രെയിൻ ജിം, യോഗ. മഴയുണ്ടോ നിങ്ങളുടെ അവിടെ? മഴയാണ്. യെസ് മാം. അതാണ് എല്ലാവരും തണുപ്പൻ മട്ടിലിരിക്കുന്നത്. ഓക്കെ, ഒന്ന് എനർജറ്റിക് ആയിക്കോളൂ. അപ്പൊ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? എല്ലാവരും പറയൂ. എല്ലാവരും ഓരോ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യൂ. ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് അറ്റൻഷൻ യോഗ, ബ്രെയിൻ ജിം. ഓക്കെ, ദീപ്തി എക്സസൈസ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ആൽഫ, say any one activity. Word puzzles, number Any puzzles. activity. Jasna, Brain activities. Yes, ma'am. please respond. Jasna or Reshma? ഗ്രൂപ്പായിട്ടേ മാം, ഗ്രൂപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ലേ? ഹലോ, ക്ലിയർ ആവുന്നുണ്ട് മാം. then പറയൂ. ഏതൊക്കെ നമ്പർ ആക്ടിവിറ്റി? ഗെയിം ആയിട്ട് ഗ്രൂപ്പായിട്ട് നമ്പർ ഗെയിം കൊടുക്കാം. അപ്പൊ ഒരാള് 1 പറയുമ്പോ സെക്കൻഡ് ആയിട്ട് നിൽക്കുന്ന ആള് 2 അങ്ങനെ പറയാം. തേർഡ് ആയിട്ട് നിൽക്കുന്ന ആള് 3 പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ഗെയിം. കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ആവോ കുട്ടിയുടെ? അവരുടെ അറ്റൻഷൻ കൂട്ടാൻ കഴിയുമോ?
ഇല്ലേ? ഓക്കെ, പസിൽസ് ഓക്കെ. ദെൻ മാം കഥ പറഞ്ഞു കൊടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഭാവന. മാം ബീഡ്സ് കോർക്കാൻ കൊടുക്കുക, അത് അവരുടെ കോൺസെൻട്രേഷന്. വെരി ഗുഡ്. അതെ അതെ, വെരി ഗുഡ് ഭാവന. ദെൻ പിന്നെന്താണ്? എനിബഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവര് പറയൂ. കുറച്ച് ഏതൊക്കെ വേർഡ്സ് ആക്ടിവിറ്റീസ് കൊടുക്കാം? കൊടുത്തിട്ട് പിന്നെ പറയിപ്പിക്കാം, മെമ്മറി ഗെയിംസ് പോലെ. ആദ്യം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക അവർക്ക്, എന്നിട്ട് അവർ അത് എടുത്തു വെച്ചിട്ട് പിന്നീട് അവരെ കൊണ്ട് അത് പറയിപ്പിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കൂടുന്നത്? അവർക്ക് ആ ശ്രദ്ധ വരും, അത് ഏതൊക്കെയാണെന്ന് അവര് മനസ്സിലാദ്യം ആ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ അവർ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കണം, ഫോക്കസ് ആയിട്ട് നിൽക്കണം. ഓക്കെ, പോറിംഗ് എക്സസൈസ് പറ്റുമോ? ബീറ്റ്സ് ഭാവന പറഞ്ഞ പോലെ ബീറ്റ്സ് നോക്കാൻ കൊടുക്കാൻ പറ്റില്ല. 2 പിക്ചർ കൊടുത്തിട്ട് അതിലെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. മാം പിന്നെ എന്തെങ്കിലും ഒരു പരന്ന ഒരു ഇതില് ഒരു ബോൾ വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്ത് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര സ്ഥലം വരെ എത്താൻ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, രാഖി എന്തായാലും ഷെയർ ചെയ്ത്. രാഖി മാം പോറിംഗ് എക്സസൈസ്, ഈ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട്. വെരി ഗുഡ് ഭാവന. അത് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കാം അല്ലേ? അതെ. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, രാഖി എന്തായിരുന്നു ഷെയർ ചെയ്തത്? രാഖി പോറിംഗ് എക്സസൈസ്, ഈ ഓരോ സാധനം കളക്ട് ചെയ്തിട്ട്. രാഖി പോറിംഗ് ഓക്കെ, then എക്സസൈസ്. anybody? Okay, രാഖി continue. Pouring. യെസ് മാം. ബേർഡ്സിന്റെയും അനിമൽസിന്റെയും സോങ്ങുകൾ കാണിച്ചിട്ട് അത് ഏത് അനിമൽസിന്റെ സൗണ്ട് ആണെന്ന് മനസ്സിലാക്കിപ്പിക്കാം. കളക്ട് ചെയ്തിട്ട് ഇപ്പൊ എന്റെ മോന്റെ സ്കൂളിൽ തന്നെ ഓരോ ടീച്ചേഴ്സും ഓരോരോ അനിമൽസിന്റെ സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ അതിൽ നന്നായിട്ട് ക്ലിയർ ആയോ ഇമിറ്റേറ്റ് രാഖി ചെയ്യും. പറഞ്ഞത്? എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നത് രാഖി പറയുന്നത്. ക്ലിയർ ആയിരുന്നു മാം പറയുന്നത്, കേൾക്കായിരുന്നു. ഓക്കെ. ഓക്കെ ഓക്കെ, എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. എന്തോ മാമിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു മാം. എന്താ ഭാവന? അതെ അതെ, എനിക്ക് ക്ലിയർ ആകുന്നില്ല, നിങ്ങൾ പറയുന്നത് ബ്രേക്ക് ആകുന്നുണ്ട് പോയി. കണക്ഷൻ ഓക്കെ, ഡിസ്കണക്ട് ആയി പോയായിരുന്നു. സോറി. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം മാം. പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? കേൾക്കാം. തോന്നുന്നു.
ഡിസ്കണക്ട് ആയിപ്പോയി. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നു? ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ ആക്ടിവിറ്റീസിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വാക്കിംഗ് ഓൺ ദ ലൈൻ, ഒരു ലൈനിലൂടെ കുട്ടികളെ നടത്തുക. ഓക്കെ, അപ്പോ അതിലൂടെ നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്? സഫിയ, ഒരു ലൈനിലൂടെ കുട്ടിയോട് നടക്കാൻ പറയുക. ഓക്കെ, എന്തൊക്കെ ഡെവലപ്മെന്റ് സംഭവിക്കും അവിടെ? ഇതൊരു ഫുൾ ബോഡി എക്സസൈസ് ആണ് അല്ലെ, നടക്കുക എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി എക്സസൈസ് ആണ്. യെസ് മാം. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിച്ച് ആ ലൈനിലൂടെ ശ്രദ്ധിച്ച് നടക്കാൻ ഒരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടും ലൈനിലൂടെ നടക്കുമ്പോൾ. വെരി ഗുഡ്. മസിൽസിന്റെ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നല്ലേ, മസിൽസിന്റെ കോർഡിനേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ബോഡി എക്സസൈസ്. ഓക്കെ, അപ്പൊ സ്പൈൻ അലൈൻ കറക്റ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ സ്പൈൻ അലൈൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്ചർ ലഭിക്കും അല്ലേ? ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും. സോറി സഫിയ. ഭാവന ക്ലിയർ ആകുന്നുണ്ടോ? ദീപ്തി ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആവുമ്പോൾ അവർക്ക് ഒരു ഗുഡ് പോസ്ചർ ലഭിക്കുകയാണ് അല്ലേ? കുട്ടിയെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുകയാണ് അല്ലേ? ആ കറക്റ്റ് ലൈനിലൂടെ നടക്കാൻ അവൻ കുട്ടി പഠിക്കുമ്പോൾ ബോഡി ബാലൻസിങ്ങും ആ കുട്ടി ഓട്ടോമാറ്റിക്കലി പഠിക്കണം അല്ലേ? എന്നാൽ മാത്രമല്ല ആ കുട്ടിക്ക് ആ ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, വോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? അതിന് ഇത്തരം ആക്ടിവിറ്റീസ് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബാലൻസ് ചെയ്യണമെങ്കിൽ ആ കുട്ടി കോൺസെൻട്രേറ്റ് ഫോക്കസ് ആയിരിക്കണം ആ ആക്ടിവിറ്റിയിൽ അല്ലേ? ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. റൈറ്റ്? യെസ് മാം. അതെ മാം. ഓക്കെ. അപ്പൊ ഇതിലൂടെ ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ, ഈ വാക്കിംഗ് ഓൺ ദ ലൈൻ എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റീസിലൂടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആകുന്നുണ്ടോ? യെസ് മാം. ഡെവലപ്പ് ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ രണ്ട് ആക്ടിവിറ്റീസ് പറയൂ. ക്ലിയർ ആയില്ലേ കോൺസെൻട്രേഷൻ എങ്ങനെ ഡെവലപ്പ് ആക്കാമെന്ന്? അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് ആക്ടിവിറ്റീസ്: കസേരകളി, ബോൾ പാസിംഗ്. ബോൾ പാസിംഗ്. പിന്നെ ഈ ഗ്ലാസ്സുകള് അടുക്കി വെച്ച് ഒന്നിന്റെ മുകളിൽ ഒന്നായി ഇങ്ങനെ വെച്ചിട്ട് ടവർ ഉണ്ടാക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത്. അതെ, ടവർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കുട്ടിയുടെ കോൺസെൻട്രേഷൻ പവർ അത് താഴെ വീഴാതെ. എന്തോ പിക്ചറുകൾ കൊടുത്തിട്ട് അത് പിന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറയാ, എന്നിട്ടത് ചോദിക്കാം പിന്നീട്. കുളങ്കര കളിക്കില്ലേ പണ്ട്, അതുപോലത്തെ കളിയൊക്കെ. ബോൾ ഗെയിംസ്. ഓക്കെ, ദെൻ കുളങ്കര. ഒരു കുട്ടിക്ക് അറ്റൻഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഒരു കുട്ടിക്ക് അറ്റൻഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? രതി? എന്താണ് ടീച്ചേഴ്സ് ഉണ്ടാകാം, അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റും അറ്റൻഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിക്ക്. നല്ല അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറവുള്ളവരുടെ ഇത് നമ്മൾ അതനുസരിച്ച് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം ചെയ്യണം. ഭാവന, അറ്റൻഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അവരുടെ ക്ലാസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ അറ്റൻഷൻ. ഓക്കെ ഭാവന, കണ്ടിന്യൂ. അവരുടെ ഡെവലപ്മെന്റിന് അറ്റൻഷൻ വേണം. കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു കോൺസെൻട്രേഷനും ഒരു ഇത് ചെയ്യണല്ലോ. എപ്പോഴും അറ്റൻഷൻ അവർക്ക് ഡെവലപ്പായി വരണം. ഇപ്പം
പിന്നീടാണെങ്കിലും സ്കൂളുകളിലേക്കോ അതിനൊക്കെ പോകുമ്പോൾ അവർക്ക് ടീച്ചേഴ്സ് പറയുന്നതും ഒക്കെ ശ്രദ്ധിക്കണമെങ്കിലൊക്കെ ആ ഒരു പവർ വേണം, അറ്റൻഷൻ പവർ വേണം. അതെ, വെരി ഗുഡ്. ദെൻ അറ്റൻഷൻ ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫോക്കസ് നഷ്ടപ്പെടും അല്ലേ? അതെ അതെ, വെരി ഗുഡ്. ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഒന്ന് കുറച്ച് ചെയ്ത് ഒന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ കൈ കാലൊന്നും കുറച്ചു നേരം അനക്കാതെ വെക്കാൻ കഴിയില്ല. അവർക്ക് അത് എന്തെങ്കിലും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം അല്ലേ ചിലപ്പോ? അതെ അതെ. ദെൻ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. എന്താ ആരിഫ, ക്ലിയർ ആയില്ലായിരുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ ഓക്കെ. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അറ്റൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു ക്ലാസ്സിലാണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടി ഒരു സബ്ജക്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന്റെ ചിന്ത, അവന്റെ തോട്ട് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന്റെ ഫോക്കസ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവനതില് അല്ലെങ്കിൽ അവന് സക്സസ് ആകാൻ കഴിയോ? ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ സക്സസ് ആവാൻ കഴിയോ? മാം, അവരെന്ത് ചെയ്താലും പകുതിക്ക് വെച്ച് നിർത്തിപ്പോകും. അതെ, ഒരു ഇൻട്രസ്റ്റും കാണിക്കില്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റ്. അതെ അതെ, ഒരു നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഉണ്ടായിരിക്കാം, ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയാല് എന്താണ് സംഭവിക്കുന്നത്? അവൻ മറ്റൊന്നും ശ്രദ്ധിക്കില്ല അല്ലേ? അവൻ ആക്ടിവിറ്റിയിൽ തന്നെയായിരിക്കും എൻഗേജ് ചെയ്തിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ? കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അല്ലേ? അത് ഫിനിഷ് ആവണ വരെ ഒരു കാര്യം നോക്കില്ല. 1 by 1. Okay, continue. Let's start with രതി. രതിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? രതി ഓർ എന്താ മാം? രതി ക്ലിയർ ആയോ? ഇല്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാ പറഞ്ഞത്. കുട്ടികൾ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് ഇൻട്രസ്റ്റ് ആയുള്ള ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അവരത് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് അതിന് ശേഷമാണ് എണീക്കുള്ളൂ. പിന്നെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരത് പരമാവധി ചെയ്ത് നോക്കും. പിന്നീട് അത് ശരിയായില്ലെങ്കിൽ ആണ് ഈ പകുതി വെച്ചൊക്കെ നിർത്തുകയൊക്കെ ചെയ്യുന്നത്. സാധാ അറ്റൻഷനൊക്കെ കിട്ടുന്ന കുട്ടികള് കംപ്ലീറ്റ് കാര്യങ്ങളും ഇപ്പൊ ക്ലാസ്സിലെ നോട്ട്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ അവരടുത്ത ഇതിലേക്ക് പോകുള്ളൂ. ടീച്ചേഴ്സ് പറയണത് ശ്രദ്ധയുണ്ടാകും. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർക്ക് അത് ഇത്തിരി കുറവായിരിക്കും. അവർക്ക് നമ്മൾ ഈ ബ്രെയിൻ ജിം പോലെയുള്ളതൊക്കെ കുറെ ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇത് കിട്ടും. പിന്നെ ചെറുപ്പത്തിൽ തന്നെ അത് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നമ്മൾ അതിനുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് തന്നെ അത് മാറി സാധാ ലെവലിലേക്ക് തന്നെ എത്തും. അവർക്ക് എപ്പോഴും പിരിപിരിത്തോണ്ടിരിക്കും, ഇങ്ങനെ ഒന്നും ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ല. നമുക്കറിയാം ചെറിയ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടല്ലേ. ചെറിയ കുട്ടികൾ ഇപ്പോ ടോയ്സ് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോയ്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കുട്ടികൾ ഈവൻ നമ്മൾ വിളിച്ചാൽ പോലും അല്ലെ, ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ പോലും അവർ വരില്ല അല്ലേ? അവരുടെ ഇൻട്രസ്റ്റ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ കുട്ടികൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ? അവർക്ക് ബോറടിക്കത്തേ ഇല്ല അല്ലേ? അങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികള്? അതെ, അതുപോലെ കുട്ടികളുടെ കോപ്പിറൈറ്റിംഗ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അവര് ഇപ്പൊ അറ്റൻഷൻ ഇല്ലാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലൈൻസ് ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് അങ്ങ് എഴുതി വെച്ച് പോകും. കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടാവില്ല അല്ലേ? കൂടെ മെസ്സപ്പായിരിക്കും.
Then continue. Then anybody? പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പറയൂ. മുബീനയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ. ദെൻ റെസ്പോണ്ട് ചെയ്യൂ. ഭാവന. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവര് ഇപ്പം എന്ത് ആക്ടിവിറ്റി ആണേലും ഇപ്പം നമ്മുടെ ലൈഫ് നമ്മൾ എന്നും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണേലും കോൺസെൻട്രേഷൻ ഉള്ളെങ്കിൽ ഇപ്പം ഒരു പല്ല് തേക്കല അപ്പം വെക്കുന്ന ചെയ്ത് തീർക്കണം, ചെയ്തിട്ട് പോകണം എന്നുള്ള ഒരാൾക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. കുട്ടികളെ സംബന്ധിച്ച് ചെയ്യാനേ താല്പര്യം ഉണ്ടാവില്ല അവർക്കല്ലേ? എന്ത് ആക്ടിവിറ്റി ചെയ്താൽ അവർക്ക് അത് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ വേറെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് വരും. അറ്റൻഷൻ ഉള്ള കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവോ? ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കാം അല്ലേ അവര്, അല്ലേ? ആരാണ് ആക്ഷൻ സോങ് ഇന്ന്? ആക്ഷൻ സോങ് ആക്ഷൻ സോങ് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പേര് മറന്നുകൂടി. ആരൊക്കെയാണ് ആക്ഷൻ സോങ് ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? ഹലോ, ക്ലിയർ ആകുന്നില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ആരും റിപ്ലൈ, പ്ലീസ് റിപ്ലൈ. ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. അപ്പൊ ആക്ഷൻ സോങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ആരൊക്കെയാ? അഞ്ജു. യെസ് മാം. ആക്ഷൻ സോങ് കഴിഞ്ഞതായിരുന്നോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആർ യു റെഡി നൗ? ഓക്കെ, ഒരെണ്ണം പാടാം. ഓക്കെ. There was a farmer had a dog and Bingo was its name. Video, please open your video. Video, please open. Anju. Yes, ma'am. Anju. Yes, ma'am. 1 minute. Okay. Then വേറെ ആരാ ഉള്ളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്? ഞാൻ പറഞ്ഞിരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് വേണം നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഭാവന ഇതുവരെ ഓക്കെ. There was a farmer had a dog and Bingo was its name. Oh, B-I-N-G-O, 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 and Bingo was its name. Oh, there was a farmer had a dog and Bingo was its name. Oh, I-N-G-O, 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 and Bingo was its name. Oh, there was a farmer had a dog and Bingo was its name. Oh, N-G-O, 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 and Bingo was its name. Oh, there was a farmer had a dog and Bingo was its name. Oh, G-O, G-O, Geo and Bingo was its name. Oh, there was a farmer had a dog and Bingo was its name. Oh, and Bingo was its name. Oh, okay, ma'am. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്? വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് വേണ്ടേ?
ഓക്കെ. നന്നായിട്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ദെൻ ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. ഹു ഇസ് ദിസ്? ആരാ നെക്സ്റ്റ്? ഹു ഇസ് നെക്സ്റ്റ്? സോന. സോന, വെരി സോന. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ കയറി എല്ലാവരുടെയും ആക്ഷൻ സോങ് കംപ്ലീറ്റ് ആയതായിരുന്നോ? ഞാനുണ്ട് മാം. പക്ഷേ അടുത്ത ദിവസം ഞാൻ ചെല്ലാം മാം. ഇന്ന് ഞാൻ റെഡിയല്ല. പേരെന്താണ്? ഷീജ. സോറി, ഷീജ. 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 അതെ അതെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നെയിം വിളിക്കും. ഓക്കെ. ഓക്കെ മാം. വേറെ ആരാ ഉള്ളത്? നെക്സ്റ്റ് ക്ലാസ്സിൽ ആരാ ഉള്ളത്? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആരൊക്കെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനുണ്ട് മാം. നെക്സ്റ്റ് ക്ലാസ്സിലാണോ ടുഡേ ഇന്നത്തെ ക്ലാസ്സിലാണോ? എന്ത് മാം? കേൾക്കണില്ല. സബീക, നെക്സ്റ്റ് right? ക്ലാസ്. യാ. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ. ഇന്ന് ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ആരാ അത്? ഭാവന, ആർ യു റെഡി നൗ? മാം ഞാൻ റെഡി അല്ല, ഞാൻ അടുത്ത ക്ലാസ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. മാം റോൾ പ്ലേ ഉണ്ടായിരുന്നു, അത് എല്ലാവരും ചെയ്തതാണോ? റോൾ പ്ലേ. യെസ്. എന്റെ ക്ലാസ്സിൽ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് അശ്വതി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ചെയ്തതാ റോൾ പ്ലേ. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഇത് കണ്ടിന്യൂ ചെയ്യാം. മതി. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവർ എൻഗേജ്ഡ് ആയാൽ എങ്ങനെയാണ് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അതിന് കൂടുതൽ അവർ ആ ആക്ടിവിറ്റിക്ക് വേണ്ടി എത്ര എഫേർട്ട് ഇടാനും അവർ റെഡി ആയിരിക്കും. റൈറ്റ്? ഓക്കെ. ദ ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദാറ്റ് എന്താണ്, അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം, ഇൻട്രസ്റ്റഡ് ആക്ടിവിറ്റി ആയിരിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചാല് കുട്ടികൾ അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തില് അവരെ ചുറ്റുമുള്ള എൻവിയോൺമെന്റിനോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. അവന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തില് ആ കുട്ടിക്ക് അവരുടെ ചുറ്റുപാടുമുള്ള എൻവിയോൺമെന്റിനോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്, ഒരു അറ്റാച്ച്മെന്റ് തോന്നും. ഓക്കെ. അപ്പൊ കുട്ടികൾ അവരുടെ പവറാണ് കോൺസെൻട്രേഷൻ. ഓക്കെ. അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഗ്രോത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് കോൺസെൻട്രേഷൻ. ഓക്കെ. അവരുടെ വളർച്ചയുടെ ഘട്ടത്തില് അവര് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് കോൺസെൻട്രേഷൻ. ഓക്കെ. ഈ കോൺസെൻട്രേഷൻ യൂസ് ചെയ്തിട്ടാണ് അവരുടെ പേഴ്സണാലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ കോൺസെൻട്രേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഒരു കുട്ടിയുടെ ലൈഫിൽ കോൺസെൻട്രേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ. ഓക്കെ. കുറെ പേർക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികളെ നാച്ചുറലി തന്നെ അല്ലെ, ജനിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ കുട്ടികൾക്ക് കളറിനോട് പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാകാം അല്ലേ? അങ്ങനെയാണോ? അല്ലെങ്കിൽ സ്മെല്ലിനോട് അല്ലെ, ഒരു പെർട്ടിക്കുലർ സ്മെല്ലിനോട് ഒരു അട്രാക്ഷൻ കൂടുതൽ തോന്നും, ഇൻട്രസ്റ്റ് കൂടുതൽ തോന്നും. അല്ലെങ്കിൽ നോയിസ് അല്ലെ, പലതരത്തിലുള്ള നോയിസിനോട്, സൗണ്ട്സിനോട് ഒക്കെ കുറച്ചു കൂടുതൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും അല്ലേ? കളറിനോടൊക്കെ ഒരു പ്രത്യേക കളറിനോടൊക്കെ അട്രാക്ഷൻ ആയിരിക്കും. അതെ. എങ്ങനെയാണ് കുട്ടികള് അതവർക്ക് ചില കളർ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണത്?
ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ ഒരു പൂവിനെ അല്ലെ, പൂക്കളെ കണ്ടാല് കുട്ടികൾ എങ്ങനെയാണ് കുറച്ചു പൂക്കളെ നേരമെങ്കിലും കണ്ട് നോക്കി നിൽക്കും അല്ലെ? എന്തുകൊണ്ടാണ് ഇത്? അതെ, ചില കുട്ടികൾക്ക് നല്ല പൂക്കള്, റോസ് ഫ്ലവർ, അതേപോലെ ചിലർക്ക് നമ്മള് മുല്ലപ്പൂ, വൈറ്റ് കളർ, അത് അതിന് മണം അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും. അതെ. Then മൃഗങ്ങളെ ഇഷ്ടമുള്ളവര് കൂടുതലും ആൺകുട്ടികളാണെങ്കിൽ കൂടുതലും പെറ്റ്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം. then വെഹിക്കിൾസിനോട് പ്രത്യേക ഇഷ്ടമുണ്ടാവും. JCB അങ്ങനെയുള്ള കാര്യങ്ങളോട്. ഇത് ക്ലിയർ ആയില്ലായിരുന്നു മുബീന, ക്ലിയർ ആയില്ല, സോറി. വാഹനങ്ങള് ഇപ്പൊ JCBന്റെ മോന് 2 വയസ്സാ, അപ്പൊ അവന് നല്ല ഇഷ്ടം JCB കാണുന്നതും കളിക്കുന്നതും. Then പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? എന്തൊക്കെയാണ്? അതിന്റെ ഷേപ്പ് ആയിരിക്കാം അല്ലെ? ചിലപ്പോ അതിന്റെ ഷേപ്പിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം അല്ലെ, അട്രാക്ഷൻ തോന്നാം അല്ലെ? അതുപോലെ ബേർഡ്സ്, അതുപോലെ നമ്മുടെ ആ ചെറിയ അക്വേറിയത്തിലുള്ള വളർത്തുന്ന ഫിഷുകള്, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതൊക്കെ കാണിച്ചു കൊടുത്ത് കഴിക്കുമ്പോ മൂവ്മെന്റിങ് ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കും. അതെ അതെ. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം കുട്ടികളെ ഇതിന് അട്രാക്ഷൻ തോന്നാനുള്ള കാരണങ്ങൾ? എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം? ചിലപ്പോ അതിന്റെ കളർ ആയിരിക്കാം, റൈറ്റ്? കളറ്, സ്മെല്ല്, കളറ്, കളർ അട്രാക്ട് ചെയ്യിപ്പിക്കുക, ചില കളറ്. അതെ, കളറ്. കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് അല്ലെ, അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് അല്ലേ? ചില ഡോളിന്റെ ഒക്കെ കളർ, ഈ മൂവ്മെന്റ്, അതൊക്കെ കുട്ടികൾക്ക് ചിലപ്പോ അവരുടെ മൂവ്മെന്റ് ആയിരിക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? ശബ്ദം, നോയ്സ്. അത് സൗണ്ട്സ് അല്ലെ, കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന സൗണ്ട്സ് ആണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ചിലപ്പോ അറിയാം, നമുക്ക് ചിലപ്പോ ഒരു ടോയ്സ് കുട്ടികൾക്ക് ഇഷ്ടമാവാം. ചിലപ്പോൾ ഒരു സൗണ്ട് മേക്കിംഗ്, സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ടോയ് ആണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആ കുട്ടിക്ക് ആ ടോയിനോടായിരിക്കാം അല്ലേ? അതെ മാം. പിന്നെന്തൊക്കെയായിരിക്കാം? ബോയ്സിനൊക്കെ ആണെങ്കിൽ സൂപ്പർ ഹീറോസിനോടൊക്കെ ആയിരിക്കും, സ്പൈഡർമാൻ. അത് അവർക്ക് അതിന് ഭയങ്കര പവർ ഉണ്ട് എന്നാണ് അവര് വിചാരം, അയൺമാൻ. അപ്പൊ അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും സ്പൈഡർ കണ്ട് എന്നെ കടിക്ക്, എനിക്ക് സ്പൈഡർമാനെ പോലെ ആവണം, അതിനൊക്കെ എന്തോ ഒരു പവർ ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നതുകൊണ്ടാണ്. വീഡിയോസ് അല്ലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ്, റൈറ്റ്? അവർ ജനിക്കുന്ന ഒരു കുട്ടിക്ക് സ്പൈഡർമാനോട് ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നു അല്ല? തോന്നുന്നു. അതിന്റെ വീഡിയോസും ഫോട്ടോസ് അതൊക്കെ കാണുമ്പോ വല്ലാണ്ട് ആ കളേഴ്സ് ഒക്കെ കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും. കളേഴ്സ് കാണുമ്പോ ഓക്കെ. ആനിമേഷൻ വീഡിയോസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ചില ടോയ്സ് അവര് പറയണ അതേപോലെ തന്നെ കേട്ട് പിടിച്ചിട്ട് തിരിച്ചു പറയൂല്ലോ, അതുപോലെ ചെയ്യുന്ന ടോയ്സ് അല്ലേ, കാക്ടസ് ഒക്കെ പോലുള്ളത് അല്ലേ? കാറ്റ്സ്, അതൊക്കെ കൂടുതൽ ഇഷ്ടാവും. എല്ലാ കുട്ടികൾക്കും പൊതുവെ ടിവിയില് ഇഷ്ടപ്പെടുന്നത് കുട്ടികൾ കൊച്ചു ടിവിയാണ് കേട്ടോ. അത് വെച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കൊച്ചു ടിവി. അതെന്തുകൊണ്ടാ ഈ കാർട്ടൂൺസ് ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടാവാൻ കാരണം എന്താ? അതിലെ ആക്ഷൻസ്, അതിന്റെ കളർ, പിന്നെ എന്തായിരിക്കാം? സോങ്ങുകളൊക്കെ കുട്ടികൾക്ക്, തീം സോങ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെന്തൊക്കെയായിരിക്കാം? ക്യാരക്ടേഴ്സ്, വിഷ്വൽസ് അവരൊക്കെ അട്രാക്ട് ചെയ്യുന്ന പോലത്തെ അല്ലേ കാർട്ടൂൺ? ഒരു സിനിമ കാണുന്ന ഡയലോഗ് പോലെയാണ് കാർട്ടൂൺസിലെ ഡയലോഗ്സ്. കുട്ടികൾക്ക് അത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? കമ്മ്യൂണിക്കേഷൻ കുട്ടികൾക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതെ.
പിന്നെ എന്തൊക്കെയായിരിക്കാം? ഈ ഡോറ പോലത്തെ ഉള്ള കാർട്ടൂൺസിലൊക്കെ അവർക്ക് കുറെ ആക്ടിവിറ്റീസ്, അതായത് ഇങ്ങനെ എണ്ണുക, ആക്ടിവിറ്റീസുകളുണ്ട്. അതെ, വെരി ഗുഡ്. അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ടൈം കില്ലിംഗ് കാർട്ടൂൺസും ഉണ്ട് അല്ലേ? വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള കാർട്ടൂൺസും ഉണ്ട്. അപ്പൊ കളേഴ്സ് അല്ലെങ്കിൽ ഷേപ്പ് അല്ലേ? പിന്നെന്താണ്? സ്മെല്ല്, സൗണ്ട്സ്, ഇതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ് കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള അല്ലേ? അപ്പൊ ഈ 5 സെൻസസ് വെച്ച് കുട്ടികളെ യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാത്തിനോടും കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ? ഇൻസ്പയർഡ് ആണ് കുട്ടികൾ, ഇൻട്രസ്റ്റ് ഉണ്ട്, റൈറ്റ്? അതെ മാം. 5 സെൻസസ്. ഓക്കെ, ചിലത് കാണുമ്പോഴായിരിക്കാം ഇൻട്രസ്റ്റ്, ചിലത് എങ്ങനെയാണ്? സൗണ്ടും കേൾക്കുമ്പോൾ. ഓക്കെ, കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാം. സോഫ്റ്റ് ടോയ്സ് ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? ക്ലേ ഒക്കെ അല്ലേ? ക്ലേ മോൾഡിംഗ് ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമാവാൻ കാരണം എന്താ? അതില് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഫീൽ ആണ് അല്ലേ? ഓക്കെ, ഈ 5 സെൻസസ് യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ടാസ്കിനോടും കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എങ്ങനെയാണ്? ചിൽഡ്രൻ വെൻ ടു ആക്ടിവിറ്റീസ്. കുട്ടികൾ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ? അവർക്ക് 5 സെൻസസ് യൂസ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ മോണ്ടിസോറിയിൽ. 5 സെൻസസ് യൂസ് ചെയ്ത് ഓക്കെ അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുന്നു. കുറച്ചുകൂടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണത്, റൈറ്റ്? ആണോ? അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടികള് സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അവന്റെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലേ? റൈറ്റ്? ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോ ഫെയിൽ ആയിരിക്കാം. അഗെയിൻ ആ കുട്ടി റിപ്പീറ്റ് ചെയ്യും ആക്ടിവിറ്റി. സ്ലോലി അവനെ എബിലിറ്റി അവൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതിലൂടെ പേഴ്സണാലിറ്റി തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? അപ്പൊ കുട്ടികളുടെ 5 സെൻസിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ കുട്ടികളിൽ ഒളിച്ചിരിക്കുന്ന അല്ലെ ഹിഡൻ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടിരുന്ന ഡോർ ആണെന്ന് വേണമെങ്കിൽ പറയാം കോൺസെൻട്രേഷനെ. മനസ്സിലായോ കോൺസെൻട്രേഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്? അപ്പൊ മോണ്ടിസോറിയിൽ കോൺസെൻട്രേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? മോണ്ടിസോറിയിൽ മാത്രമല്ല കോൺസെൻട്രേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ. ഓക്കെ, നമ്മൾ ഈ ടോപ്പിക് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ? ഒരു ഹാബിറ്റ് എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ക്രിയേറ്റ് ആവുന്നത്? അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുണ്ട്, അവർക്ക് പലതരം ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം. എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഹാബിറ്റ്സ്? ഷീജ. അല്ലെങ്കിൽ ഏതൊരു ഹാബിറ്റും എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? നമ്മളോട് ശീലിപ്പിക്കണം കുട്ടികളെ ചെറുതിലെ. പാരന്റ്സിന്റെ കണ്ടിട്ടും കുട്ടികൾക്ക് ശീലങ്ങൾ ഉണ്ടാവും. നല്ല ഹാബിറ്റ്സ് ആയിരിക്കണം അല്ലേ? റിപ്പീറ്റഡ് വർക്കിലൂടെയാണ് അവർ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലേ? ഒരു റിപ്പീറ്റഡ് ആക്ഷൻ ആണ് പിന്നെ അത് ഹാബിറ്റ് ആയിട്ട് മാറുന്നത്. ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറോ? റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. ഓക്കെ ഓക്കെ
അപ്പൊ എന്തൊക്കെയാ സോറി ഷീജ കണ്ടിന്യൂ. ഇതായിരുന്നു മാം പറയുന്നത് ഹാബിറ്റ്സോ? ആ എങ്ങനെയാണ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ആകുന്നത്? നമ്മൾ ഹാബിറ്റ്സ് ആയിട്ടല്ല വരുന്നത് അല്ലേ? അല്ല 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 നമ്മള് മുതിർന്നവർ കാണിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് അവരത് ചെയ്യുന്നു. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യോ? ഇല്ല, നമ്മളത് കാണിച്ചു കൊടുക്കണം പല പ്രാവശ്യമായിട്ട്. ഓവർ ആൻഡ് ഓവർ അല്ലേ? വീണ്ടും വീണ്ടും അത് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം അല്ലേ? അതെ അതെ മാം. കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹാബിറ്റ് ആയിട്ട് മാറും അല്ലേ? ഒരു ഇൻട്രസ്റ്റ് അവിടെ. അതെ ഓക്കെ. ദെൻ അപ്പോ മോണ്ടിസോറി പറയുന്നത് ഈ ഹാബിറ്റ്സ് ക്രിയേറ്റ് ആവാൻ 3 സ്റ്റേജസ് ഉണ്ടെന്നാ പറയുന്നത്. 3 സ്റ്റേജസ് ഉണ്ടെന്നാ പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്തായിരിക്കാം? ഒരു ഹാബിറ്റ് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ ഒരു റീഡിംഗ് ഹാബിറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു റീഡിംഗ് ഹാബിറ്റ് ആസ് എ പാരന്റ്? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം? രാഖി ഓക്കെ. രാഖി എന്താണ്? റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. ഒരു ബുക്സ് കൊടുത്തിട്ട് റീഡ് ചെയ്യാൻ പറഞ്ഞ ഡെയിലി റീഡ് ചെയ്യാൻ പറഞ്ഞ കുട്ടി റീഡ് ചെയ്യോ? എങ്ങനെയുള്ള ബുക്സ് ആയിരിക്കണം? അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള. വെരി ഗുഡ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കണം അല്ലേ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കണം. ദെൻ നല്ല അവർക്ക് കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആവും, അട്രാക്റ്റീവ് ആയിട്ടുള്ള പേജും കാര്യങ്ങളൊക്കെയാണ് അവര് അതെടുത്ത് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് വായിക്കാനൊക്കെ ആയിട്ട് നോക്കും. വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ 2 പേജോ 4 പേജോ അങ്ങനെ വെച്ച് റീഡ് ചെയ്യാൻ പറയണം അവരോട്. ഒറ്റയടിക്ക് അവരെന്തായാലും റീഡ് ചെയ്യില്ല. ചിലപ്പോ ഒരു 1 പാരഗ്രാഫ് ആയിരിക്കാം. ദാറ്റ്സ് ഇനഫ്. അത് മതി അല്ലേ? ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ, ചെറിയ ചെറിയ പാരഗ്രാഫിലൂടെ ഒരു പേജ് കവർ ചെയ്യാം അല്ലേ? കുട്ടികളെ ബോർ അടുപ്പിക്കുന്നതായിരിക്കരുത് അല്ലേ? കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ദെൻ പിന്നെ എന്തൊക്കെയാണ്? റീഡിംഗ് അല്ല വേറെ എന്തൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ വേറെ ഏതൊരു സ്കില്ലാണെങ്കിലും എങ്ങനെ കുട്ടികളുടെ അത് ഹാബിറ്റ് ആക്കി മാറ്റാം? ഡെയിലി അവരോട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. അതിന് കമ്പൽ ചെയ്യാണ്ട് നിർബന്ധം പറയാണ്ട് അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രാക്ടീസ് ചെയ്യിക്കണം. ഓക്കെ വെരി ഗുഡ്. പാട്ട് പാടാനൊക്കെ പറഞ്ഞ് പരിശീലിപ്പിച്ച് കഴിവ് നേടിയെടുക്കാം. കുറേശ്ശെ പാട്ടൊക്കെ പാടി അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോയാലും സമ്മാനത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്. അത് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. അതുപോലെ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് അതിനോടൊരു കഴിവ് കിട്ടില്ല. കൂട്ടത്തിൽ ഇരുന്ന് അവർ വേഗം പറയാനുള്ള ഇതുണ്ടാവും. പക്ഷെ ഒറ്റയ്ക്ക് നിന്നാലാണ് കുട്ടികൾക്ക് കുറച്ച് ധൈര്യം ഒക്കെ കിട്ടുള്ളൂ. കമ്പാരിസൺ നല്ലതാണോ? കമ്പയർ ചെയ്യാമോ? ആ കുട്ടിക്ക് റീഡിങ്ങിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, റീഡിങ് ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും റീഡിങ് ഇഷ്ടപ്പെടണം എന്ന് പറയാൻ പറ്റുമോ കുട്ടികളോട്? പറ്റില്ല. ആ കുട്ടിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം അല്ലേ? അവരെ എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രോത്സാഹനം കൊടുത്തിട്ട് അവരെ അതിലേക്ക് ഇൻട്രസ്റ്റ് ആക്കണം. ഓക്കെ അതെ. താങ്ക് യു മാം. അത് തന്നെ പ്രോത്സാഹനം കൊടുക്കുക. അവരെന്ത് ചെയ്യുന്നുണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളവരെ നിരുത്സാഹപ്പെടുത്തരുത്. അപ്പോൾ കുട്ടികൾക്ക് അത് ഏറ്റവും കൂടുതൽ വിഷമമാവും. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്യാണ് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? എൻകറേജ് ചെയ്യുക കുട്ടികളെ. ഓക്കെ.
കമ്പയർ ചെയ്യുമ്പോൾ അവർ മെന്റലി ഡൗൺ ആയി പോകും. കാരണം എനിക്കത് പറ്റിയില്ലല്ലോ അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് കുട്ടികൾ പോകും. അപ്പൊ അവർക്ക് പിന്നീട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റില്ല. മെന്റലി ഡൗൺ ആവും. ഓക്കെ ദെൻ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ ഇത് വെച്ചിട്ട് വരിയാണെങ്കിലും വെച്ച് വായിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും വായിക്കാൻ. ഓക്കെ ദെൻ any other point? Through repeated words the child will slowly create will എന്നാ പറയുന്നത്. റിപ്പീറ്റഡ് ആയുള്ള ആക്ഷൻസിലൂടെ കുട്ടി അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന കുട്ടിക്ക്. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണോ? റിപ്പീറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്? ബ്രേക്ക് ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? ക്ലിയർ മാം. ഓക്കെ, അപ്പൊ റിപ്പീറ്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതില്? റിപ്പീറ്റ് ചെയ്താണ് എന്ത് സ്കില്ലാണെങ്കിലും അത് ഡെവലപ്പായി വരുള്ളൂ. ഇപ്പം ഒരു ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിലും അത് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്താലാണ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ റിപ്പീറ്റേഷൻ എപ്പോഴും വേണം. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മുടെ അവിടെ ലിമിറ്റ് ചെയ്ത് വെക്കാവോ? കുട്ടികളെ അതുപോലെ രാവിലെ എണീപ്പിക്കുന്നതും രാത്രി ഉറങ്ങാൻ കിടക്കുക അതൊക്കെ ഒരു ടൈം വെച്ചിട്ട് ചെയ്താൽ അതൊരു ഹാബിറ്റായി തീരും. അതെല്ലാം വൈകി നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ആ കറക്റ്റ് സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയത്ത് ഉറങ്ങും. അതെ അതെ, വെരി ഗുഡ്. ഓക്കെ ദെൻ ഓക്കെ, 1 വീക്കിനുള്ളിൽ നീ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ കമ്പൽ ചെയ്യാൻ പാടുണ്ടോ? ഒരു 1 വീക്കിനുള്ളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണോ ഡാൻസ്? നമ്മൾ ഫ്രീഡം കൊടുക്കണം അല്ലേ? അങ്ങനെ ഒരു ടൈം പീരീഡ് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു ബേർഡൻ ആണ് കുട്ടികൾക്ക് അതല്ലേ? എൻജോയ് ചെയ്യാതെ പേടിച്ച് പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞതാണത്. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് വില്ല് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ദീപ്തി, എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? പവർ ഓഫ് അറ്റൻഷൻ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? പവർ ഓഫ് അറ്റൻഷൻ. വാട്ട് ഡു യു മീൻ ബൈ അറ്റൻഷൻ? കോൺസെൻട്രേറ്റ്, ടു കൺസിഡർ സെൻസ്, സ്മെൽ, കളേഴ്സ്, ഇതൊക്കെ ഇതാക്കാൻ വേണ്ടി. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയിലൂടെ കോൺസെൻട്രേഷൻ. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാൻ, എക്സസൈസ്, യോഗ, അങ്ങനെയുള്ള ബീറ്റ്സ് കോർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവരുടെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു? എക്സസൈസ് പറഞ്ഞു, പിന്നെ യോഗ പറഞ്ഞു, ബീഡ്സ് കോർക്കുക, പിന്നെ പാസിംഗ്, പിന്നെ ടവർ, മറ്റേ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ട് ടവർ ഉണ്ടാക്കുക, ബിൽഡിംഗ് ടവർ. പിന്നെന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കോൺസെൻട്രേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ മറ്റേ കുട്ടികളുടെ വളർച്ചയുടെ എൻവയോൺമെന്റിനോട് പ്രത്യേക അറ്റാച്ച് തോന്നുന്നു എന്ന് പറയുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ല് കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് വില്ല്. അത് ഹാബിറ്റ്സ് ആണ്, കുട്ടികളുടെ ഹാബിറ്റ്സ് ആണ് കൂടുതലും പറഞ്ഞത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഏതി കൂടിയൊക്കെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ് ദീപ്തി. ഭാവന, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാമോ എന്തൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു? ദീപ്തി വെരി ഗുഡ്. ഭാവന പവർ ഓഫ് അറ്റൻഷൻ പറഞ്ഞു. എന്തെങ്കിലും ഏത് ഒബ്ജക്റ്റിൽ അല്ലെ എന്ത് ആക്ടിവിറ്റിയിലാണ് കുട്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഇപ്പൊ വാക്കിംഗ് ഓൺ ദ ലൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ 5 സെൻസ് യൂസ് ചെയ്തിട്ടുള്ള
ആക്ഷൻ വെരി ഗുഡ്. 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ അതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പിന്നെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അത് റിപ്പീറ്റ് ആക്ഷനിലൂടെ, ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഗുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറി എന്താ പറയുന്നത് കോൺസെൻട്രേഷനെ കുറിച്ച്? ഓർക്കുന്നുണ്ട് എന്താ മരിയ മോണ്ടിസോറി പറയുന്നത്? ഒരു വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ കുട്ടിക്ക് അവന്റെ എൻവിയോൺമെന്റ്, അവന്റെ ചുറ്റുപാടിനോട് പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നു അല്ലേ? കുട്ടികൾ എങ്ങനെയാണ് ആക്ടിവിറ്റീസിനൊക്കെ ഇൻട്രസ്റ്റ് ആവുന്നത്? എങ്ങനെയാണ്? അവർ ചിലപ്പോ കളർ കണ്ടിട്ടായിരിക്കാം അല്ലേ? ദെൻ പിന്നെ എങ്ങനെയാണ്? കളർ മാത്രമാണോ? ഷേപ്പ് ആയിരിക്കാം ചിലപ്പോ. മേ ബി സ്മെൽ ആയിരിക്കാം അല്ലേ? സൗണ്ട്സ്. ചിലപ്പോ സൗണ്ട്സ് ആയിരിക്കാം. നമ്മൾ പറഞ്ഞു 5 സെൻസസ് യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ ആക്ടിവിറ്റീസിനോടും കുട്ടികൾക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ്, എങ്ങനെയാണ് കൂടുതലാണ് അല്ലേ? അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടി അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അവന്റെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. അതിലൂടെ അവന്റെ പേഴ്സണാലിറ്റി തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് മറക്കരുത്. എന്തായിരുന്നു? ആരൊക്കെയായിരുന്നു? ഷീജ, ആക്ഷൻ സോങ്, ഭാവന, ദെൻ ഷീജ, ഭാവന, വൺ മോർ. ഓക്കെ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവരും ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you. Good night.